പാർലമെന്റ് അതിക്രമത്തിലെ മുഖ്യ സൂത്രധാരൻ ലളിത് ഝായെ ദില്ലി പോലീസ് പിടികൂടി. തന്റെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണുകൾ നശിപ്പിച്ചതായി ലളിത് ഝാ പോലീസിന് മൊഴി നൽകി. 4 കൂട്ടാളികൾ അറസ്റ്റിലായതിനു പിന്നാലെയാണ് മൊബൈൽ ഫോണുകൾ നശിപ്പിച്ചത്. അതേസമയം കേസിൽ 2 പേരെ കൂടി ദില്ലി പോലീസിന്റെ സ്പെഷ്യൽ സെൽ കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിനു പിന്നിൽ ഭീകരബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്നതായി ദില്ലി പോലീസ് വ്യക്തമാക്കി. വിവരങ്ങളുമായി വിഷ്ണു ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. വിഷ്ണു, ഈ കേസ് എങ്ങനെയാണ് ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മുഖ്യ സൂത്രധാരൻ എന്ന് കരുതുന്ന ലളിത് ഝാ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. ഇയാൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്? പ്രിയ, പാർലമെന്റ് അതിക്രമത്തിലെ മുഖ്യ സൂത്രധാരൻ ലളിത് ഝാ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ദില്ലി പോലീസിന് മുന്നിൽ കീഴടങ്ങിയത്. ലളിത് ഝായെ ചോദ്യം ചെയ്തപ്പോൾ മൊബൈൽ ഫോണുകൾ നശിപ്പിച്ചതായിട്ടാണ് ഒരു മൊഴി നൽകിയിരിക്കുന്നത്. മറ്റ് കൂട്ടാളികളൊക്കെ തന്നെ അറസ്റ്റിലായതിന് പിന്നാലെയായിരുന്നു മൊബൈൽ ഫോണുകൾ നശിപ്പിച്ചത്. ഇത് രാജസ്ഥാനിൽ വെച്ചാണ് മൊബൈൽ ഫോണുകൾ നശിപ്പിച്ചത് എന്നും ലളിത് ഝാ പോലീസിനോട് ഒരു മൊഴി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദില്ലി പോലീസ് സ്പെഷ്യൽ സെൽ ഇപ്പോൾ 2 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മഹേഷ് കൈലാഷ് എന്നിവരെയാണ് ഇപ്പോൾ ദില്ലി പോലീസിന്റെ സ്പെഷ്യൽ സെൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവർക്ക് ലളിത് ഝായുമായി അടുപ്പമുണ്ട് എന്നതാണ് ദില്ലി പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ കൃത്യമായിട്ടൊരു അന്വേഷണം നടക്കുന്നുണ്ട് എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം നാളെ ഈ പ്രതികളെ ലോക്സഭയിൽ എത്തിച്ച് തെളിവെടുക്കും എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. കഴിഞ്ഞ ദിവസം ഈ പാർലമെന്റിൽ ഉണ്ടായ സംഭവങ്ങൾ ഈ പ്രതികളെ ലോക്സഭയിൽ എത്തിച്ചുകൊണ്ട് പുനരാവിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു തെളിവെടുപ്പിലേക്കായിരിക്കും ദില്ലി പോലീസ് നീങ്ങുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പാർലമെന്റിൽ ഇന്നും വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാകും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ നേതാക്കളുടെ യോഗം ആരംഭിച്ചിട്ടുണ്ട്. മല്ലികാർജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇന്ത്യ മുന്നണി ആവശ്യപ്പെടുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തിയ ഒരു പ്രസ്താവന നടത്തണം. അതോടൊപ്പം തന്നെ BJP MP പാസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അക്രമികൾ സഭയിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ BJP MP ആയിട്ടുള്ള പ്രതാപ് സിംഹയ്ക്കെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യവും പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിനു പുറമെ കഴിഞ്ഞ ദിവസം ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ MP-മാർക്കെതിരെ സസ്പെൻഷൻ നടപടി ഉണ്ടായിരുന്നു. ഇതിനെതിരെയും പ്രതിഷേധം ശക്തമാക്കാനായിട്ടാണ് പ്രതിപക്ഷ മുന്നണിയുടെ തീരുമാനം. പ്രിയ, ശരി, പാർലമെന്റിൽ എന്തായാലും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാകും എന്നതിൽ സംശയമൊന്നുമില്ല. ലോക്സഭയിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ. അതുമായി ബന്ധപ്പെട്ട മുഖ്യ സൂത്രധാരൻ ലളിത് ഝാ കസ്റ്റഡിയിലുണ്ട്. ഇയാളെ ചോദ്യം ചെയ്തത് തുടരുകയാണ്. നിർണായക വിവരങ്ങളൊക്കെയും പുറത്തു വരുന്നുണ്ട്. എന്തായാലും പ്രതിപക്ഷ MP-മാരെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വിശദാംശങ്ങളാണ് വിഷ്ണു നൽകിയത്.